വാഗമണ് പോകാമെന്ന്. അപ്പോൾ ഒരു ദിവസത്തെ പ്ലാൻ, രാവിലെ പോകുന്നു, ഈവനിങ് തിരിച്ചു വരുന്നു. അങ്ങനത്തെ പ്ലാനിൽ രാവിലെ 5 മണിക്ക് പോകണമെന്ന് തോന്നിയാണ്. 5:26 ഇതുവരെ ഹരിച്ചേട്ടൻ കുറച്ചേരത്ത് എണീറ്റേ ഉള്ളൂ. ചേച്ചി നേരത്തെ എണീറ്റു. ചേച്ചി ഞാൻ എണീച്ചപ്പോൾ എണീറ്റു. പക്ഷെ മറ്റവൻ അനു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കുന്നത്. സ്വിച്ച് ഓഫ് ആയതായിരിക്കും മിക്കവാറും. കുടുംബത്തോട് സ്വിച്ച് ഓഫ്, അവന് സ്വിച്ച് ഓഫ്, അവൻ അമ്മ സ്വിച്ച് ഓഫ്, രണ്ടുപേരുടെ സ്വിച്ച് ഓഫ്. ഇനി ഞാൻ എന്നെ വിളിച്ചിടത്ത് പറഞ്ഞോട് സാധനം വീട്ടിൽ പോയി നോക്കി നോക്കട്ടെ. രാവിലെ എന്താണ് തണുപ്പ് ഗൈസ്. ഈ സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് പുറത്തോട്ട് ഇറങ്ങുന്നത്. നക്ഷത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. ലൈറ്റ് ഇല്ല, അതാണ് എനിക്ക് കാണിച്ചേ എന്നെ കാണാൻ പറ്റാത്തത്. തണുപ്പുണ്ട്. അങ്ങനെ വീട്ടിൽ പോട്ടെ. രാവിലെ ഭയങ്കര തണുപ്പാണല്ലോ ഗൈസ്. ഇപ്പൊ കുറച്ച് ദിവസം ഒരു കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. തണുപ്പിലോട്ട് പോട്ടെ. നമ്മൾ പടക്കുന്ന സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ നോക്കട്ടെ. ചവിട്ടി എണീപ്പിച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിൽ പോയി ഡ്രസ്സ് മാറിട്ടു. എന്തൊക്കെ ട്രിപ്പ് പോകണം. ഞാൻ റെഡി ആയിരിക്കുന്നു ഗൈസ്. അവിടെ തണുപ്പാണെന്നാണ് ഇന്നലെ ഞാനൊരു ന്യൂസ് കണ്ടത്. അതുകൊണ്ട് ഞാൻ ഫുൾ സ്ലീവ് എടുത്തിട്ട് തണുപ്പ് ഉറങ്ങണ്ടല്ലോ. പാക്കിങ്ങിന് അങ്ങനെ സാധനങ്ങളൊന്നുമില്ല. ഒരു ദിവസം സാധനങ്ങളല്ലോ. ഒരു ക്യാപ്പ്, ഒരു സൺഗ്ലാസ്, ഒരു പവർ ബാങ്കിൽ പോട്ടെ, ക്യാബ്, പിന്നെ ഒരു ഷോർട്ട്സ് എടുത്ത് ഗൈസ്. ഇനി വല്ല കുളത്തിലോ പുഴയിലോ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇനി പാൻറ് ഇട്ടുണ്ടെന്നുണ്ടല്ലോ. അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ഞാൻ ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് എന്തോ പോയില്ല തൊപ്പി ഗൈസ്. ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് നേരെ എന്നോടൊപ്പം എന്നെ വിളിച്ചിട്ട് ഹരിച്ചിട്ട് ഇപ്പം വഴി എടുത്തുകൊണ്ട് വരും. അപ്പം നമുക്ക് പോകാം ഗൈസ്. 5 മണിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് മണി 6:30 കാരങ്ങോട്ട്. ഇവൻ കാരണം നിന്നെ തന്നെ പറയുള്ളൂ. ഹായ് ചേച്ചി കാറ്റ് പറ. ബാഗിനൊരു സാധനമില്ലേ? എടാ പോടാ എണീറ്റി. 5 മണിക്ക് പോകണമെന്ന് പറഞ്ഞ് 7 മണിയായി. ഹായ് പറയൂ. കാതിന്റെ ഇരിക്കുന്നത് ഫോൺ ഓഫായിട്ടും ആ ഉറങ്ങണ സമയത്ത് തൊട്ടടുത്ത് ചെവി ആരെങ്കിലും വിളിച്ചാൽ കേൾക്കണമല്ലോ. എന്താ കരുതലുണ്ടല്ലോ അവന്റെ. ഞാൻ പോയപ്പോ കവന്നിടന്ന് ഉറങ്ങണേ. ചെവിയുടെ വീട്ടില് ഫോൺ ചാർജ് ചെയ്യാൻ ഓടാമത്ത ഫോണല്ലേ. കോള് എടാ എടിച്ചു പോടാ. സത്യം പറയാ എനിക്കറിയാം ഫോൺ ഓഫായിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞ പോയി കള്ളം പറയാതെ ഓടാവള്ള ഇനി. സൗണ്ട് മാറ്റിട്ട് എന്തൊരു കാര്യം. സൗണ്ട് വയ്ക്കട്ടെ മനുഷ്യൻ. ആരാട്ടാ കുറച്ച് വൈബാവാം. സൗണ്ട് ഫുൾ ആകെ പറഞ്ഞ ഈ വൈബ് പാട്ടാണ് ചേച്ചി. വൈബാവും കുറച്ചുകൂടെ സൗണ്ട്. ഒരു പാട്ട് എന്തോ ഇപ്പൊ കേറി എങ്ങോട്ട് കുറച്ച് ലൈന് അരോചകവും ബാക്കി അയ്യോ സത്യം വൈബ് വൈബാണ്. എല്ലാവർക്കും അറിയാം. റീലിൽ തന്നെ എത്ര വീഡിയോ
ചായ കുടിക്കാൻ നിർത്തി ഗൈസ്. റീലാണ് കുത്തിപ്പൊക്കണം. അച്ഛനെ റീൽ എടുക്കണേ. റീലല്ല, ടിക്ടോക്ക്. ടിക്ടോക്ക് കുത്തിപ്പൊക്കെയാണ് ഗൈസ് ഇവിടെ. എന്തിനാണ് ഇതൊക്കെ? കഴിഞ്ഞു. ഫാസ്റ്റ് ഈസ് ഫാസ്റ്റ്. ഒരുമാതിരി അത് കഴിഞ്ഞ ചേച്ചി, അത് പണ്ട് 2018 ഗൈസ്. ഇതിന്റെ പേരെന്താ? ഹോട്ടൽ തറവാട്. ഈ ബുദ്ധിമതിയായ ലേഡി പറയുന്നത് ഇതിന്റെ പേരെന്താ ചേച്ചി? എന്താ വലിയ ഹോട്ടൽ താറാവ്. ഗൈസ് നമ്മള് ചായ കുടിച്ചിട്ട് ഇറങ്ങി. നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം ഗൈസ്. നീ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ട്. ഇവ ഒരു കിട്ടില്ല പാട്ടിട്ട് കയറ്റുവത്ത. ഏത് പാട്ട് നോക്കൂ. അയ്യോ പോസാടാ. ഇത് മുള്ളു കേക്കണോ? സൂപ്പർ പാട്ട്. ചേച്ചി ഫാനായി. നമ്മൾ പത്തനംതിട്ട എത്തിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തി. നമ്മള് അപ്പവും മുട്ട റോസ്റ്റും കഴിച്ചു. നല്ല ഫുഡായിട്ടും കഴിച്ചു. തണുപ്പൊന്നും ഇല്ലെന്നാണ് തോന്നുന്നു. എന്തായാലും കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വരാം. വൈറ്റമിൻ D3 വരാം. വെച്ചിട്ടിരിക്കുകയാണ്. ക്യാമറ കാണുമ്പോ എല്ലാവർക്കും ഒരു ഇതാണ്. ഗൈസ് നമ്മളിപ്പോ എന്തൊക്കെ കുടിച്ച് സോഡ നാരങ്ങയല്ലേ? പക്ഷെ മുളകൊക്കെ ഇട്ടൊരു സോഡ നാരങ്ങ കുടിച്ച് റെസ്റ്റ് എടുക്കുകയാണ്. ആ പോലെ നമുക്ക് എല്ലാരും ഇരിക്കുകയാണ്. ഇത് ഇതല്ല, ഇത് വാള് വെച്ച്. ഇത് വാള് വെച്ചില്ല. ഇതും വാള് വെച്ചില്ല. എനിക്ക് വാള് വെക്കാൻ ടെൻഡൻസി ഒന്നും പക്ഷേ വെച്ചില്ല. റെസ്റ്റ് എടുത്ത് എല്ലാം മടിച്ചിരിക്കുകയാണ്. ഇവർ കുറച്ചുണ്ട്. തണുപ്പൊന്നും ആയിരിക്കില്ല കേട്ടോ, വെയിലായിരിക്കും. ഇന്ന് വെയിലത്ത് നല്ല ക്ലൈമറ്റ് ഉണ്ടാകുന്ന ഞാനവിടെ പോയി. ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പൈൻ ഫോറസ്റ്റ്. ഈ വഴി ഇതുവഴിയാണ് ഇറങ്ങി പോകുന്നത്. വണ്ടി പാർക്ക് ചെയ്യണം. നല്ല വെയിലുണ്ട് ഗൈസ്, ബട്ട് തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ട്. ആ വണ്ടി ഫുള്ളും ഭാഗം വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. എല്ലാവരും ക്ലൈമറ്റ് ഉണ്ടെന്ന് വിചാരിച്ച് വന്നിരിക്കും. നമ്മൾ പൈൻ ഫോറസ്റ്റിലോട്ട് ചലിക്കട്ടെ ഗൈസ്. ചലിച്ചുകൊണ്ടേ പൈൻ വാലിയിലോട്ട് ക്വാളിറ്റി ഇല്ല ഗൈസ്. വാഗമണ് ഭയങ്കര തിരക്കാണ് ഗൈസ്. പൈൻ വാലിയിലോട്ട് പോകുന്ന വഴിയാണിത്. ബട്ട് പൈൻ വാലി അല്ലല്ലോ, പൈൻ വാലി പൈൻ ഫോറസ്റ്റ് ഒന്നോ? പൈൻ ഫോറസ്റ്റ്. യെസ്, സ്പൈഡർമാൻ. നമ്മുടെ പൈൻ ഫോറസ്റ്റ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടെ. മിഷൻ ഫെയിൽഡായ കണ്ടുപിടിക്കാൻ വന്ന സാധനം കണ്ടുപിടിച്ചില്ല.
എന്തോ തിരക്കട ആൾക്കാർ വരുന്നുണ്ടോ എനിക്ക്. ഇവിടെ തണലുള്ളോണ്ടായിരിക്കും അല്ലേ? ഇങ്ങോട്ട് പോകാൻ തോന്നില്ല. ഇപ്പൊ ഇട്ടാണ് തോന്നണ്ട ഇതൊക്കെ. ഇത് മുമ്പില്ലായിരുന്നു ഓർമ്മ. തിരിച്ച് ഫോട്ടോ ഞാനൊന്നും വന്നില്ല പറ. ഇവിടെ ഫുൾ തിരക്കാണ്. മൊത്തം ആൾക്കാരുണ്ട്. ഇവിടെ തണലുള്ളതുകൊണ്ടാണെന്നൂടെ എല്ലാവരും പൈൻ ഫോറസ്റ്റിൽ വന്നിരിക്കണം. ഫുൾ ആൾക്കാർ, നടക്കാൻ സ്ഥലമില്ല. ക്രിസ്മസ് സീസൺ ക്രിസ്മസ് ആയതുകൊണ്ടാണ് ലീവൊക്കെ അല്ലേ, ക്രിസ്മസിന് തിരക്കാണ്. എന്ത് സമാധാനം, നമുക്കിരിക്കാൻ സ്ഥലം കിട്ടി ഗൈസ്. ഈ മരം ഒരു രസമില്ല ഇരിക്കാൻ. നമ്മൾ പുതിയ മരം കണ്ടുപിടിച്ച് നല്ല പോളിഷ് ചെയ്താണ്. ഇതും ചെരിഞ്ഞിരിക്കണേ ഈ മരം പൈൻ ഫോറസ്റ്റിൽ പരിപാടിയൊന്നുമില്ല. പൈൻ ഫോറസ്റ്റിൽ വന്നിട്ട് റെസ്റ്റ് എടുക്കുകയായിരുന്നു ഇത്ര നേരം. ഇവിടെ ഫുള്ള് തിരക്കും കാര്യങ്ങളാണ്. ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഇറങ്ങും. പക്ഷെ പുറത്തിറങ്ങി ഇനി വെയിൽ വീണ്ടും പോകും. ഇനി വെളി ഇറങ്ങിയിട്ട് വരാം ഗൈസ്. ഇത് കുറെ നേരം കൊണ്ട് ഫോട്ടോഷൂട്ട് നടന്നോണ്ടിരിക്കട്ട്. ഫോട്ടോഗ്രാഫർ ആനു അയച്ചു കൊടുക്കണോ തീരുമാനിക്കും. അയച്ചില്ല ഒന്നും. ഇത് തീർന്നില്ലേ ഇവരെ കപ്പിൾ ഗോൾസ്. അങ്ങനെ പൈൻ ഫോറസ്റ്റ് ഫണ്ട് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഇനി നമ്മള് അടുത്ത ഫണ്ട് തപ്പിപ്പോ. ഫ്രണ്ടിൽ നിന്ന് നമ്മള് കുറച്ച് തമിഴ്നാട് ഫ്രണ്ട്സ് പാട്ടുമായിട്ട് പോകെ കാണിച്ചു തരാം. അവരവരുടെ സന്തോഷത്തിലാണ്. വാഗമണിലെ ക്യാൻറ്റീനിലെ ഊണാണ്. വാഗമൺ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡൊക്കെ വെച്ചിട്ട് പാലൊഴുകും വരൾച്ച. ചതിക്കപ്പെട്ടു ഗൈസ്. വാട്ടർഫോൾസ് കാണാൻ പറ്റും, പക്ഷെ ഇറക്കാൻ പറ്റിയില്ല. അവിടെ ഒരു ഓട്ടോക്കാരൻ ചേട്ടനാണ് പറഞ്ഞു അവിടെ എന്നാ കാണാന്ന് പറഞ്ഞു. പക്ഷെ അല്ല, അങ്ങോട്ട് പോയി നോക്കിയല്ലേ അറിയാവൂ. ഞാനിവിടെ വന്നിട്ടില്ലല്ലോ. എന്നിട്ട് വെള്ളമൊന്നും കാണുന്നില്ലല്ലോ. $150 വാട്ടർഫോൾസ് ഉണ്ടായിട്ടും ഇവിടെ തന്നെ ഇവിടെ കാണാൻ പറ്റുമോ പറഞ്ഞടാ. പക്ഷെ ഞാൻ കണ്ടില്ല. നോക്കാം, കണ്ടുപിടിച്ച് മനസ്സിലാവാ. അതാണ് വാട്ടർഫോൾസ്. കാണിച്ചില്ല ഗൈസ്. ആ വിദൂരതയിൽ കാണുന്നതാണ് അങ്ങോട്ട് പോരെ പ്രൈവറ്റ് പ്രോപ്പർട്ടി. ദോഷം ഫുള്ള് ഓഫ് റോഡ് ഇറങ്ങി വന്നത് ഇത് കാണാനാണ്. ഏതാ ആ മലയിൽ ബൈക്കിരിക്കുന്നുണ്ടോ? അവിടെ ബൈക്ക് കയറും ഗൈസ്. പക്ഷെ നമ്മൾ ബൈക്കില്ലല്ലോ, നമ്മൾ ആലോചിക്കണ്ട അതിനെ പറ്റി. വാട്ടർഫോൾസ് മേപ്പ് നോക്കി ഓഫ് റോഡ് വന്ന് ചതിക്കപ്പെട്ടിരിക്കുന്നു. അഞ്ചുള്ളി പോയാലും നല്ല ദൂരമാണ്. ഈ ഉറക്കം പറഞ്ഞു വരാം. അയ്യോ, വാട്ടർഫോൾസ് കാണാൻ പറ്റിയില്ല. ഞാൻ അതിനുശേഷം വണ്ടി കയറി കിടന്നു.
ഉറങ്ങി ഗൈസ്. ഇപ്പം ആരുമില്ല, കണ്ണൂർ നോക്കിയപ്പോൾ ആരുമില്ല വണ്ടിക്കകത്ത്. എ സീറ്റ് അവരെ എവിടെയോ ഇറങ്ങിപ്പോയി. സ്വർണ്ണ നാണയങ്ങൾ വോൾട്ട. വീട് വീടാകാൻ വോൾട്ട. വീട് വീടാന്തരം വോൾട്ട. ബാക്കിലുണ്ട്, കാണാൻ പറ്റില്ല. ബാക്കിൽ നിൽക്കണമായിരിക്കും. ഇനി എടുത്ത് പോകില്ല ഗൈസ്. ഇനി നേരെ വീട്ടിലോട്ടായി. കാരണം ഈ ലേറ്റായി. കുട്ടിക്കാനം വഴിയാണ് പോകണം. അവിടെ കുറച്ച് കാൽവറി മൗണ്ടൻ എന്ന് പറഞ്ഞ മൗണ്ടനുണ്ട്. അത് മുമ്പ് പണ്ടൊന്നും പോയിട്ടുണ്ട്. കയറാൻ പറ്റി പറഞ്ഞത് ലേറ്റായി. കയറുമെങ്കിൽ കാണിച്ചു തരാം ഗൈസ്. ഇല്ലെങ്കിൽ നേരെ ഒന്നും ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഈ സമയത്തൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക. ഞാൻ കണ്ണാടി വെച്ച് വേണ്ടി ഉറങ്ങട്ടെ ഗൈസ്. വരാം ഗൈസ്. വൈകിട്ടായി 6:30 മണിയായി. അപ്പോൾ ഒരു കട കണ്ടു, ചാടിക്കെന്ന് വിചാരിച്ചു. വ്യൂ രക്ഷയില്ല ഗൈസ്. വ്യൂ ഇവിടെ ഇതൊന്ന് ചായ കുടിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് നേരെ എന്തായാലും ഇറങ്ങും വീട്ടിലോട്ടായിരിക്കും. അയ്യോ ഒരു രക്ഷയില്ല. വ്യൂ പഴംപൊരി ചായ വന്നിട്ട് എടുത്ത് വരും. ഫോട്ടോ ചായ കുടി മാത്രമേ നടക്കുന്നുള്ളൂ ഗൈസ്. തണുത്ത് വിറച്ചിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങുന്നു. ഇനി നമ്മൾ നിർത്തില്ല. ഇനി ഫുഡ് കഴിക്കാൻ എവിടെയും നിർത്തും. നേരെ വീട്ടിലോട്ട്. 12:54 വീട്ടിലെത്തിയിരിക്കുന്നു ഗൈസ്. 12. തുറന്ന് ബാഗ് നോക്കിയില്ല. പോ വീട്ടിൽ പോ. ആരടാ നീ? ട്രിപ്പ് കഴിഞ്ഞ ട്രിപ്പല്ല, സ്ഥലമൊന്നും കണ്ടില്ല. ഡ്രൈവ്, 1 ഡേ ഡ്രൈവ്. ചായ കുടിയാ സത്യം. ചായ കുടി മാത്രമേ നടന്നുള്ളൂ, വേറെ ഒന്നും നടന്നില്ല. എൻഫോഴ്സ് ഉണ്ട്. വീട്ടിൽ വരും ഗൈസ്. അങ്ങനെ വീട്ടിലെത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. സ്ഥലങ്ങളൊന്നും അധികം കാണാൻ പറ്റിയില്ല. പൈൻ ഫോറസ്റ്റ് മാത്രമേ പോയിട്ടുള്ളൂ. ബാക്കി എടുത്തും പോയില്ല. ഒരു ഡ്രൈവിനെ പോയതുപോലെയായിരുന്നു. ഇറങ്ങി ഒരുമാതിരി. ഇനി കുളിച്ചിട്ട് കിടന്നുറങ്ങട്ടെ ഗൈസ്. അടുത്തൊരു കുഞ്ഞു